നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ദിവസങ്ങൾക്ക് മുൻപ് കാണാതായ മലയാളി യുവാവ് കുവൈത്തിൽ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് കണ്ടെത്തി. പാലക്കാട് തൃത്താല സ്വദേശി മമ്പുള്ളിഞ്ഞാലിൽ അബ്ദുൽ ഖാദിറാണ് പോലീസ് കസ്റ്റഡിയിൽ ആയിരിക്കുന്നത്. നിയമ നടപടികൾ പൂർത്തിയാക്കി അബ്ദുൽ ഖാദിറിനെ നാട്ടിലേക്ക് കയറ്റി അയക്കുമെന്നാണ് റിപ്പോർട്ട്. ബുധനാഴ്ച വൈകുന്നേരത്തോടെയാണ് അബ്ദുൽ ഖാദിറിനെ കാണാതെയാകുന്നത്. കുവൈത്തിലുള്ള നാട്ടുകാരും സുഹൃത്തുക്കളും ഒക്കെ ചേർന്ന് ഇദ്ദേഹത്തെ കണ്ടെത്താൻ വ്യാപക അന്വേഷണമാണ് നടത്തി വന്നത്. എന്നാൽ ഇവർക്ക് അബ്ദുൽ ഖാദിറിനെ അന്വേഷണത്തിലൂടെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. അബ്ദുൽ ഖാദിറിന്റെ സിവിൽ ID കോപ്പിയോ നമ്പറോ ഇവരുടെ കൈവശം ഇല്ലാത്തതിനാൽ ആദ്യഘട്ടത്തിൽ കൂടുതലായി അന്വേഷിക്കാൻ ഇവർക്ക് സാധിച്ചിരുന്നില്ല. പിന്നീട് നാട്ടിലേക്ക് പണം അയച്ച എക്സ്ചേഞ്ചിൽ നിന്നാണ് സിവിൽ ID നമ്പർ ഇവർ സ്വന്തമാക്കി അന്വേഷണം നടത്തിയത്. ഞായറാഴ്ച സാമൂഹിക പ്രവർത്തകനും പ്രവാസി വെൽഫെയർ കുവൈറ്റ് വൈസ് പ്രസിഡന്റുമായ ഖലീൽ റഹ്മാൻ സ്പോൺസറുമായി വീണ്ടും ബന്ധപ്പെട്ടപ്പോഴാണ് അബ്ദുൽ ഖാദിർ പോലീസ് കസ്റ്റഡിയിലാണെന്ന വിവരം ലഭിക്കുന്നത്. കുവൈറ്റ് തൃത്താല കൂട്ടം ICF പ്രതിനിധി സമീർ പാലക്കാട് എന്നിവർ വിഷയത്തിൽ ഇടപെടുകയുണ്ടായി. വെള്ളിയാഴ്ച തൃത്താല കൂട്ടം അംഗങ്ങൾ സ്പോൺസറെ നേരിട്ട് കണ്ട് ഇതുമായി ബന്ധപ്പെട്ട വിഷയം സംസാരിച്ചു. എന്നാൽ അബ്ദുൽ ഖാദിർ നാട്ടിൽ പോയി എന്നാണ് സ്പോൺസർ അപ്പോൾ അവർക്ക് നൽകിയ മറുപടി. എന്നാൽ അദ്ദേഹം നാട്ടിൽ എത്തിയിരുന്നില്ലെന്ന് ഇവർക്ക് വിവരം ലഭിച്ചു. ഇതോടെയാണ് അന്വേഷണം കൂടുതൽ വിപുലമാക്കിയത്. രണ്ടാമത്തെ തവണ പോയി സംസാരിച്ചപ്പോഴാണ് അബ്ദുൽ ഖാദിർ ഗതാഗത നിയമലംഘനത്തിന്റെ പേരിൽ പോലീസ് സ്റ്റേഷനിലാണെന്ന് സ്പോൺസർ പറയുന്നത്. ഞായറാഴ്ച വീണ്ടും സ്പോൺസറുമായി സംസാരിച്ചപ്പോഴാണ് പോലീസ് കസ്റ്റഡിയിലാണെന്ന വിവരം ഇദ്ദേഹം ഉറപ്പിക്കുന്നത്. സ്പോൺസർ നൽകിയ പരാതിയെ തുടർന്നാണ് ഇദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. അബ്ദുൽ ഖാദിറിന്റെ പാസ്പോർട്ടും മറ്റു രേഖകളും പോലീസിന്റെ കൈവശമാണ് ഇപ്പോൾ ഉള്ളത്. നടപടികൾ വേഗത്തിലാക്കാനും അബ്ദുൽ ഖാദിറിനെ നാട്ടിലേക്ക് അയക്കുവാനുള്ള ശ്രമങ്ങൾ നടന്നു വരികയാണ്. അതേസമയം സൗദിയിൽ ജോലിക്കിടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ 10 ദിവസം ജീവനോട് മല്ലിട്ട പ്രവാസി ഒടുവിൽ മരണത്തിന് കീഴടങ്ങി. കോഴിക്കോട് കൊടുങ്ങന്നൂർ കിഴക്കേക്കര താഴെ കുന്നുമ്മൽ മോഹന്റെ മകൻ K മനേഷാണ് മരിച്ചത്. 33 വയസ്സായിരുന്നു. ജിദ്ദ എയർപോർട്ടിലെ ജീവനക്കാരനായ മനേഷ് ജോലി ചെയ്യുന്നതിനിടെ സ്ട്രോക്ക് അനുഭവപ്പെട്ട് കുഴഞ്ഞു വീഴുകയായിരുന്നു. SGS ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് എന്ന സ്ഥാപനത്തിൽ ബാഗേജ് ഓപ്പറേറ്ററായിരുന്നു മനേഷ്. കുഴഞ്ഞു വീണ മനേഷിനെ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. തുടർന്ന് ഇദ്ദേഹത്തിന് സ്ട്രോക്ക് വന്നതാണെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു. എന്നാൽ 6 മണിക്കൂർ കഴിഞ്ഞിട്ടും അബോധാവസ്ഥയിൽ വലിയ മാറ്റം കാണാത്തതിനാൽ ഇദ്ദേഹത്തെ ജിദ്ദ ജർമ്മൻ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. തുടർന്ന് 10 ദിവസം ഇവിടെ വെന്റിലേറ്ററിൽ കഴിയുകയായിരുന്നു. എയർപോർട്ട് ക്ലിനിക്കിൽ നിന്നും 6 മണിക്കൂർ കഴിഞ്ഞാണ് ഇദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയത് എന്ന പരാതിയും ഇതിനോടകം ഉയർന്നിട്ടുണ്ട്. സർജറി ചെയ്യുന്നതിനായി ഇൻഷുർ നടപടികൾ പൂർത്തിയാക്കാൻ 2 മണിക്കൂർ സമയമെടുത്തു. ഇതെല്ലാം മരണത്തിന് കാരണമായേക്കാം എന്നാണ് മനീഷിന്റെ ബന്ധുക്കൾ ആരോപണം ഉന്നയിക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.